ഹലോ എവ്രിവൺ, വെൽക്കം ടു സേ ചിയേഴ്സ്. ഇന്ന് കുരുമുളക് രസം എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. രസം പതയാനേ പാടുള്ളൂ എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കുരുമുളക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. കുരുമുളക് ഇങ്ങനെ ഓരോന്നായി പൊട്ടാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ അതിനെ ഒരു വേറെ പാത്രത്തിൽ മാറ്റി വെക്കണം. എന്നിട്ട് അതേ പാനിൽ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ജീരകം ചേർത്തിട്ട് അതും ഇതുപോലെ ഒന്ന് ചെറിയ തീയിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കണം. എത്ര കുരുമുളക് എടുത്തിട്ടുണ്ടോ അതിൻ്റെ പകുതി ജീരകം എടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഈ പൊടി ആവശ്യമുള്ളത് ഉപയോഗിച്ച ശേഷം ബാക്കിയുള്ളതിനെ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് അടുത്ത പ്രാവശ്യം രസം ഉണ്ടാക്കാനായിട്ട് എടുത്ത് വയ്ക്കാൻ പറ്റും. ഞാൻ മൺചട്ടിയിലാണ് രസം ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായ ശേഷം അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിൽ 2-3 വറ്റൽമുളകും 1 ടീസ്പൂൺ കടുകും ഇട്ടിട്ട് കടുക് ഒന്ന് പൊട്ടിയ ശേഷം അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇടണം. ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർക്കണം. തക്കാളി ഒന്ന് വതക്കിയെടുക്കണം, നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിർത്ത് വെക്കണം 1 ഗ്ലാസ് വെള്ളത്തിൽ. തക്കാളി ഒന്ന് വതങ്ങിയ ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ കുതിർത്ത് വെച്ച പുളി നന്നായി പിഴിഞ്ഞ് ഇതിലൊഴിച്ച് കൊടുക്കണം. പുളിവെള്ളം ഒഴിച്ച ശേഷം ഒരു 8 മിനിറ്റെങ്കിലും ഇതിന് തിളപ്പിക്കണം. അപ്പോഴാണ് ആ പുളിയുടെ പച്ചച്ചൊയൊക്കെ ഒന്ന് പോവുക. ഒരു ചെറിയ വാട്ടി തോരപ്പരിപ്പ് എടുത്തിട്ട് അത് നന്നായി കഴുകിയിട്ട് അതിൽ കുറച്ച് വെള്ളവും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം. ഈ വെന്ത പരിപ്പിനെ ഇതിൽ ഒഴിച്ചു കൊടുക്കണം. പുളിവെള്ളം തിളച്ച ശേഷം പരിപ്പ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി രസത്തിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. പിന്നെ രസത്തിന് ആവശ്യമുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുത്തോളൂ. ഇതിലിഞ്ഞ് നല്ലൊരു തിള വരണം, അതുവരെ വെയിറ്റ് ചെയ്യണം. ഇതിലൊരു ടീസ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ ഇത് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ സ്വാദ് കിട്ടുക. രസത്തിന് മധുരമൊന്നും ഉണ്ടാവില്ല. നന്നായിട്ടൊന്ന് തിള വന്ന ശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന രസപ്പൊടി ഉണ്ടല്ലോ, അതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം. മൺചട്ടി ആയതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. സാധാരണ പാത്രമാണെങ്കിൽ 1 മിനിറ്റും കൂടെ തിളപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തോളൂ. എന്നിട്ട് മല്ലിയില ചെറുതായി അരിഞ്ഞത് നല്ലോണം ഇട്ട് കൊടുക്കണം. അതിൽ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് പിന്നെ വിളമ്പാൻ എടുത്താൽ മതി. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ ബൈ.